ഒരു നൃത്ത ഒരു ഗ്രൂപ്പിന് സമ്മാനം കിട്ടിയില്ലെങ്കിൽ അത് മറ്റൊരു ടീം കൂടോത്രം ചെയ്തിട്ടാണ് ഇവർക്ക് കിട്ടാത്തത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കൂടോത്രം കിട്ടിയിട്ടുണ്ടോ? ഓ എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞ കൂടോത്രം ഇതിൻ്റെ അകത്തുള്ളതാ. ഈ ഫീൽഡിൽ എല്ലായിടത്തും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഫീൽഡിൽ അത് ഇച്ചിരി കൂടുതലാണ്. അതായത് സ്റ്റേജ് കയറുന്നതിന് മുന്നേ പറയുവാണ്, എടാ ഇന്ന ടീം കൂടോത്രം ചെയ്തിട്ടുണ്ട്, പാട്ട് ഓഫാകാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ നോക്കും പാട്ട് ഓഫാകും. കാരണം ഒരുപാട് കുട്ടികൾ വിഷമം പറയുന്ന പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് മാറ്റി. ഇപ്പോഴും നടക്കുന്നുണ്ടോ? ശരിക്കും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ എൻ്റെ നാടോടി നൃത്തങ്ങളിലൊക്കെ ഞാൻ കറുപ്പിച്ചിട്ടും കളിച്ചിട്ടുണ്ട്. ആ മേക്കപ്പ് അണിയുന്ന കുട്ടിക്കോ അല്ലെ കുട്ടിയുടെ പാരൻറ്റിനോ ആരും ഫോട്ടോ ഒന്നും എടുക്കാൻ വരൂലായിരിക്കും, അല്ലേ ഇത് കറുത്തിട്ടല്ലേ നിൽക്കുന്നതെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് വെളുത്തതാണ് ഭംഗി എന്നാണ് ഒട്ടുമുക്കാലും ആളുകളുടെയും ഒരു ചിന്ത. ബാലാമണി നൃത്തത്തിലേക്ക് തിരിച്ചു വരാം. അതിനകത്ത് എങ്ങനെയാണ് ഈ കുറച്ചു നേരം കൊണ്ട് അതിനുള്ളിൽ സൈക്കിൾ വരുന്നു, ആ ഡ്രസ്സ് മാറുന്നു, ചേഞ്ച് ചെയ്യുന്നു, അതൊക്കെ എങ്ങനെയാണ് ഈ ലൈവ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടല്ലോ? അതിന്റെ നമ്മള് കാരണം അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു നൃത്തമാണ് അത്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ക്രിസ്ത്യാനി അല്ലേ, നിനക്ക് ഈ ഹൈന്ദവ കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നതിന് നിനക്ക് വല്ല പുരാണം അറിയോ? എനിക്ക് ഈ പറഞ്ഞ ഹിന്ദുക്കളെ കഴിഞ്ഞ് പുരാണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, ഹൈകാസ്റ്റിലുള്ള ആളുകൾ അത് കളിക്കുമ്പോൾ തിരുവാതിര എന്ന് പറയുന്ന കലാരൂപത്തിന് പുള്ളിക്ക് മാത്രം മനസ്സിലാകുന്ന എന്തോ ഒരു ഭംഗി അല്ലെങ്കിൽ എന്തോ ഒരു ആസ്വാദനം, പുള്ളിക്ക് മാത്രം അതിൽ ഒരു സുഖം കിട്ടുന്നുണ്ട്. താഴ്ന്ന ജാതിയിലുള്ളവർ മറ്റേ അരിവാളെടുത്ത് കൊയ്യാൻ പോയാൽ മതി, അല്ലെങ്കിൽ അവർക്ക് കൽപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ ടിപ്പിക്കൽ ഗോത്ര വിഭാഗത്തിലുള്ള ഡാൻസ് ഉണ്ട്, അത് നിങ്ങൾ കളിച്ചാൽ മതി, അല്ല കുറേ ഗോത്ര കലാരൂപങ്ങളുണ്ട്, അത് പെർഫോം ചെയ്താൽ മതി എന്ന് പറയുന്നത് ഒരിക്കലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ ഇപ്പൊ ഈ കോഴ ആരോപണങ്ങൾ, ഇതൊക്കെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? നടക്കുന്ന കാര്യങ്ങളുണ്ട്, നടക്കാത്ത കാര്യങ്ങളുണ്ട്. നടക്കാത്ത സ്ഥലത്ത് നടന്നു എന്നും പറഞ്ഞ ആരോപണങ്ങൾ വരാറുണ്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഉത്സവം എന്ന് പറയുന്നത് ഒരു കലോത്സവം തന്നെയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മാത്രമല്ല, നമ്മളെല്ലാവരും ഏറ്റെടുത്തേക്കുന്ന ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് കലോത്സവം. കലോത്സവം വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വലിയൊരു ഓളമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കലാപരിപാടികളും കലാകാരന്മാരെയും കലാകാരികളൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കലോത്സവ വേദികളിൽ കൂടിയാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഈ നൃത്തങ്ങളായിക്കോട്ടെ പല പല തീമുകളിലാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ തീമുകൾ, പ്രാദേശികമായിട്ടുള്ള കുറേ സമകാലിക പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ നൃത്തത്തിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിനും പുറകിൽ ഒരു കൊറിയോഗ്രാഫർ ഉണ്ട്. അങ്ങനെ ഒരു കൊറിയോഗ്രാഫർ ഈ അടുത്ത കാലത്ത് കലോത്സവത്തിൽ ഒരു ബാലാമണിയുടെ നൃത്തം ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഏറ്റെടുത്തൊരു നൃത്തം തന്നെയായിരുന്നു അത്. സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ ചർച്ചയായിട്ടുണ്ടായിരുന്നു അത്. അപ്പോഴേ നമ്മൾ ഇദ്ദേഹത്തിനെ നോക്കി വെച്ചതാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടിയ നമ്മുടെ ജോമറ്റ് അറക്കൽ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. വളരെ വളരെ സന്തോഷം സാർ. എന്തായാലും ഓക്കെ, എന്ന് വെച്ചാൽ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഈ കലാപരമായിട്ട് നമ്മൾ ചിന്തിച്ചിരുന്നത് അവരുടെ കോസ്റ്റ്യൂം, സ്റ്റേജ്, ലൈറ്റ് ഇതൊക്കെ മാറുന്ന, പക്ഷേ അതിൻ്റെ ഉള്ളിലെ തീമുകൾ മാറുന്ന അധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനൊരു സിനിമാ തീമുകൾ എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയത്? സാധാരണ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പുരാണം റിലേറ്റഡ് ആയിട്ടുള്ള ശിവൻ, ദേവി കഥാപാത്രങ്ങളൊക്കെയാണ്. അതെ. കുറേ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എന്തിനും ഒരു മടുപ്പ് വരത്തില്ലേ? അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഒരു ഗുരുവായൂരപ്പൻ നന്ദനം റിലേറ്റഡ് ആയിട്ട് ഒരു തീം സെലക്ട് ചെയ്ത് അതൊരു സംഘനൃത്തം എന്നുള്ള ഒരു രീതിയിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ ഈ അതിലെ കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അതൊക്കെ ഭയങ്കര ചർച്ചയായിട്ടുണ്ട്. ശരിക്കും കലോത്സവത്തിലെ സംഘനൃത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിത്തിളങ്ങും അല്ലെ. അത്രയും ചെലവുണ്ട് ഇതിന്റെ പുറകിലൊക്കെ. അപ്പോഴാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. കാരണം ഒന്ന്, മറ്റുള്ള സ്കൂളുകൾക്ക് അതൊരു പ്രചോദനമാണ്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അതിനും അതിൻ്റെതായിട്ടുള്ള ചെലവുണ്ട്, എന്നാലും ആഡംബരമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് തീമാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം എന്നൊരു സാധനം അവിടെ കൊണ്ടുവന്നു. അതിനൊരുപാട് നന്ദിയുണ്ട് താങ്കൾക്ക്. എന്തായാലും സന്തോഷം. സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, സാറിൻ്റെ ഒരു കലാരൂപം സ്റ്റേജിൽ കയറണമെങ്കിൽ
ഞാൻ പഠിപ്പിക്കുന്ന നൃത്തത്തിന് ആപ്റ്റായിട്ടുള്ള പിള്ളേരാണ് ഇവരെന്ന് സെലക്ട് ചെയ്യുന്നത് എങ്ങനെ? അതായത് ഇപ്പം നമ്മളൊരു തീം സെലക്ട് ചെയ്യണം. ഇപ്പം നന്ദനം എന്ന് പറഞ്ഞ് നമ്മളൊരു സംഭവം സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് മനുവും ബാലാമണിയും തന്നെയാണ്. അപ്പം ഈ കുട്ടികളെ നമുക്ക് ഒരേപോലെ സൈസിലുള്ള പിള്ളേരെ കിട്ടുക, അതേപോലെ ഒരേ ഹൈറ്റുള്ള പിള്ളേരെ നമുക്ക് കിട്ടിയാൽ സ്റ്റേജിൽ കാണാൻ ഭംഗിയായിരിക്കും. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ അഭിനയ പ്രാധാന്യം, ചില ഫീച്ചേഴ്സ് നോക്കാറുണ്ട്. ഇപ്പം കണ്ണുകളൊക്കെ എക്സ്പ്രസീവായ കണ്ണുകൾ ഉള്ള കുട്ടികളെ നമുക്ക് കിട്ടിയാൽ അത് സ്റ്റേജ് എന്ന് പറയുമ്പം നമ്മളൊരു 300 മീറ്റർ ബാക്കിൽ വരെ ഓഡിയൻസായിട്ട് കാണും. ഇത് പുറത്തോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം താങ്കളുടെ കണ്ണ് വളരെ നല്ലത്. താങ്കൾ ഇപ്പം എൻ്റെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഗ്രൂപ്പ് ഡാൻസിൽ സെലക്ഷൻ കിട്ടും. താങ്ക് യു. ഇത് ഇല്ലെങ്കിൽ എനിക്ക് പണിയുണ്ട്. ഇവരോട് ജാങ്കോക്കാരോട് പറയണം. ഞാൻ പറയാം, എന്നെ ഇവിടുന്ന് പറഞ്ഞിട്ടല്ല, എനിക്ക് പണിയുണ്ട്. താങ്ക് യു സാർ. അല്ല, താങ്കളുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് താങ്കളുടെ കണ്ണുകൾ തന്നെയാണ്. വളരെ എക്സ്പ്രസീവ് ആണ്. അപ്പം നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് പുറത്തോട്ട് പെട്ടെന്ന് ഔട്ട് കിട്ടും. അതെ, ഒരു കാര്യം കൂടി, ഇപ്പൊ പഴയ പോലെയല്ല, മറ്റേ സ്ക്രീനും വെച്ചിട്ടുണ്ട്. സ്ക്രീനും വരുന്നുണ്ട്, ഡബിൾ ആയിട്ട് കിട്ടും. വലിയ കണ്ണുകളുള്ളതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സന്തോഷമാണെങ്കിലും ചിരിയാണെങ്കിലും പെട്ടെന്ന് അത് അതിന്റെ ഡബിൾ എഫക്റ്റ് ആയിട്ട് പുറത്തോട്ട് കിട്ടും. ഈവൻ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ, ക്ഷീണമാണെങ്കിൽ പോലും നമ്മുടെ ക്ഷീണം പെട്ടെന്ന് പുറത്തോട്ട്. നമ്മൾ ഇപ്പൊ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണം അടിച്ച് ഹൈ ആയിട്ട് ഇരിക്കുന്ന ടൈം ആണെങ്കിൽ പോലും ഡബിൾ ആയിട്ടത് പുറത്തോട്ട് കിട്ടും. എന്റെ കണ്ണിന്റെ പ്രത്യേകം അറിയാമോ, പോലീസുകാർ കാണുമ്പോ പറയും അടിച്ച് സെറ്റായിട്ട് ഇരിക്കല്ലോ, പൊന്നു പറഞ്ഞാൽ കഴിക്കില്ല. അതാ പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ പ്രായം ബാധിക്കുന്നത് നമ്മുടെ കണ്ണിനെയാണ്. അതായത് ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ആ കണ്ണിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രായം തോന്നുക. അതിന് ബിഫോർ ഒരു യൂത്ത് ടൈമിലും അവരുടെ കണ്ണായിരിക്കും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കാറുണ്ട്. മെയിൻ റോളുകൾ ചെയ്യുന്ന കുട്ടികളുടെ കണ്ണ്, അത്തരം കാര്യങ്ങൾ നോക്കാറുണ്ട്. കളറും കാര്യങ്ങളും അല്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. സാധാരണ വെളുത്ത കുട്ടികൾ എന്നുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റ് നോക്കിയിട്ടേ ഇല്ല. നമുക്ക് ഈ പറയുന്ന നൃത്തത്തിന് ആവശ്യമായ സംഭവങ്ങൾ, ഒരേപോലത്തെ ബോഡി ലാംഗ്വേജ്, സാർ ഇപ്പോൾ കളറിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ, അത് നോക്കുന്നവരും ഉണ്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ? കാരണം ഒരുപാട് കുട്ടികൾ വിഷമം പറയുന്ന പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്, കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് മാറ്റി ഇപ്പോഴും നടക്കുന്നുണ്ടോ ശരിക്കും? അല്ല, ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. കളറിൻ്റെ പേരിലും സൈസിൻ്റെ പേരിലും മാറ്റി നിർത്തപ്പെടുന്ന അല്ലെ പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അത് ഇല്ലയെന്ന് പറയുന്നില്ല. ഞാൻ പൊതുവെ നോക്കാറില്ല. അപ്പം എനിക്ക് എൻ്റെ കാര്യം തിരുത്താനല്ലേ പറ്റൂ. അല്ല എന്നിലൂടെ അല്ല എന്നെ കണ്ടു നിൽക്കുന്ന ആളുകളിലേക്ക് ഇതിലൊന്നും അല്ല കാര്യം, ടാലൻ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെയാണെന്നുള്ളതാണ് ഞാൻ പൊതുവെ പറയാറ്. പിന്നെ ഈ പറയുന്ന മേക്കപ്പ് ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഇപ്പം വെളുപ്പിക്കുക കറുപ്പിക്കുക ഇതൊന്നും വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ നൃത്തത്തിൽ മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ ഇപ്പം ഇപ്പം എൻ്റെ ഈ ഒരു സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിലും ആ നൃത്തത്തിന് നന്നായിട്ട് വെളുപ്പിച്ച മേക്കപ്പ് ഇടുന്നത്, അതെന്തുകൊണ്ട് അങ്ങനെ വെളുപ്പിച്ചാൽ മാത്രമാണോ നമുക്ക് നൃത്തം ചെയ്യാൻ പറ്റുക? അല്ല, ഞാൻ എൻ്റെ നാടോടി നൃത്തങ്ങളിലൊക്കെ ഞാൻ കറുപ്പിച്ചിട്ടും കളിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരവും ചില സമയത്ത് ആ മേക്കപ്പ് അണിയുന്ന കുട്ടിക്കോ അല്ലെ കുട്ടിയുടെ പാരൻറ്റിനോ ആര് ഫോട്ടോ ഒന്നും എടുക്കാൻ വരൂലായിരിക്കും അല്ലേ, ഇത് കറുത്തിട്ടല്ലേ നിൽക്കുന്നതെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് വെളുത്തതാണ് ഭംഗി എന്നാണ് ഒട്ടുമുക്കാലും ആളുകളുടെയും ഒരു ചിന്ത. ഈ ചിന്താഗതി ഉള്ളിടത്തോളം കാലം വെളുപ്പിച്ച് സ്റ്റേജിലേക്ക് പ്രസന്റ് ചെയ്യാനേ ആളുകൾ നോക്കത്തുള്ളൂ. അതായത് ആകാര വടിവ്, ആകാര സുഷമ എന്ന് പറയുന്ന ഒരു മാർക്കിംഗ് പോയിന്റ് കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവ മാനുവലിലുണ്ട്. പക്ഷെ ഈ വെളുത്തതാണ് ഭംഗി എന്ന് അതിൽ എഴുതിയിട്ടില്ല. പക്ഷെ ആളുകളുടെ കണ്ണിൽ ഇപ്പോഴും വെളുത്തതാണ് ഭംഗി, മുഖം വെളുപ്പിച്ച് മാക്സിമം പ്രസന്റബിൾ ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. സാറിന്റെ അഭിപ്രായത്തിൽ ആ ഒരു സാധനം എടുത്ത് കളയണമെന്നുണ്ടോ? ഈ മുഖം വെളുപ്പിച്ച് തന്നെ എല്ലാവരും കാരണം എന്നുള്ള ഒരു ഇല്ല. ആക്ച്വലി അത് എടുത്ത് കളയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ മുമ്പോട്ട് വരും. അതായത് ഒരേ ടോണിൽ കുട്ടികളെ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതുള്ളത് ബ്രൗൺ ആയാലും വൈറ്റ് ആയാലും ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ആ കഥാപാത്രത്തിന് യോജിച്ച് ഇപ്പം നാടോടി നൃത്തമൊക്കെ ട്രൈബൽ ആളുകളൊക്കെ കഥകളൊക്കെയാണ് പറയുന്നത്. അവരും ഭയങ്കര സുന്ദരികളായിട്ട് ഭയങ്കര വൈറ്റ് സ്കിന്നായിട്ടാണ് അവർ സ്റ്റേജിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ടിപ്പിക്കലി അവരുടെ ഒരു ജീവിതമാണ് നിങ്ങൾ പോർട്രേ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈറ്റ് സ്കിന്ന് വരത്തില്ല, ബ്രൗൺ സ്കിൻ അല്ലെ ബ്ലാക്ക് സ്കിന്നിലേ അവതരിപ്പിക്കും.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ മാത്രമല്ല ഒരു ചേഞ്ച് വരണം എന്ന് തന്നെയാണ്. എല്ലാവരും ആ നാച്ചുറൽ ആയിട്ടുള്ള ഇതിൽ വരണം എന്ന് തന്നെയാണ്. നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും പറയും മേക്കപ്പിന് ഭയങ്കരമായിട്ട് പൈസ ചെലവാക്കണം. മേക്കപ്പ് എന്ന് പറയുന്നത് സൗന്ദര്യം കൂട്ടുക, സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത് വെളുപ്പാണ് ഇപ്പൊ എല്ലാവരും നൃത്തത്തിലും ഇതിലൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ വെളുപ്പിച്ചാൽ മാത്രമാണോ നമുക്ക് നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ഒരു ഡൗട്ടായിരുന്നു സാർ. ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ച, എന്നോ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ഇതാണ്. വെളുത്ത ആൾക്കാർക്കാണ് ഭംഗി. സ്റ്റേജിൽ ഭംഗി ആസ്വദിക്കാനും കൂടിയാണ് നൃത്തം. സെയിം ടൈം നൃത്തം തന്നെയാണ് സ്റ്റേജിൽ ആസ്വദിക്കപ്പെടുന്നത്. പക്ഷെ ഭംഗിയുള്ള ഒരു കുട്ടി അല്ലെ ഭംഗിയുള്ള ഒരു പെർഫോമർ അത് പെർഫോം ചെയ്യുമ്പോൾ ആളുകൾ അത് ഒന്നും കൂടെ ചിലപ്പം നോക്കി നിന്നു പോകും. ആ ഒരു സങ്കല്പമാണ് ഇതേപോലെ വെളുപ്പിച്ചൊക്കെ. അതാണ് ഇപ്പൊ ഒരു വെളുത്ത ഒരു കുട്ടി സ്റ്റേജിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് അങ്ങോട്ട് നോക്കും. കറുത്ത ഒരു കുട്ടി കളിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ ചിലപ്പോൾ ആ കൊച്ച് പെർഫോം ചെയ്തൊരു 3 മിനിറ്റിലായിരിക്കും, ഓ ഷീസ് മച്ച് ടാലന്റഡ്, ഇത് കാണണം എന്ന് തോന്നി അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുക. പക്ഷെ ആദ്യം തന്നെ ഒരു അട്രാക്ഷൻ, ഇപ്പൊ നമ്മൾ തംബ്നെയിൽസ് ഇടത്തില്ലേ, എന്താ കാര്യം? ആ തംബ്നെയിൽ വായിച്ചിട്ടായിരിക്കും മിക്ക ക്ലിക്കുകളും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പൊ അതുപോലെ ഉള്ളൂ, പ്രസന്റബിൾ ആയിട്ട് ഭംഗിയായിട്ട് സ്റ്റേജിൽ നിൽക്കുക, അതിൽ നിന്നൊരു അട്രാക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഈ ഭംഗി ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ 1.5 മിനിറ്റിൽ നമുക്ക് മടുപ്പാകും. പിന്നെ ആ കുട്ടിയുടെ ടാലന്റ് തന്നെ ആയിരിക്കും ടാലന്റ് തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ബാലാമണി നൃത്തത്തിലേക്ക് തിരിച്ചു വരാം. അതിനകത്ത് എങ്ങനെയാണ് ഈ കുറച്ച് നേരം കൊണ്ട് അതിനുള്ളിൽ സൈക്കിൾ വരുന്നു? ഈ സൈക്കിളൊക്കെ അതിനുള്ളിൽ എനിക്ക് തോന്നുന്നു വളരെ റയറായിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. ആ പ്രോപ്പർട്ടിയൊക്കെ അങ്ങനെ യൂസ് ചെയ്യാനുള്ള അനുമതി ആദ്യം ഉണ്ടോ നമുക്ക്? അല്ല, സ്റ്റേജിൽ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം. അപ്പൊ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ചട്ടിയാവാം, കലമാവാം, അല്ലെങ്കിൽ ഒരു മയിൽപ്പീലിയുടെ ഇതാവാം. ആ നൃത്തത്തിന് അനുയോജ്യമായ ഒരു സാധനം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ പലരും നെറ്റി ചുളിച്ചിട്ടുണ്ട്, ഒരു വാഹനം, ഒരു സൈക്കിള് സ്റ്റേജിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്കതൊരു ഇന്നോവേറ്റീവ് തോട്ട് എന്നുള്ള രീതിയിലാണ് തോന്നിയിരിക്കുന്നത്. വേറെ ആർക്കും ട്രൈ ചെയ്യാൻ പറ്റിയില്ല, ഞാനത് ട്രൈ ചെയ്തു. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആ സൈക്കിള് അതേപോലെ തന്നെ ഡ്രസ്സ് മാറുന്നു, ചേഞ്ച് ചെയ്യുന്നു, അതൊക്കെ എങ്ങനെയാണ് ഈ ലൈവ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ നമ്മള്? കാരണം അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു നൃത്തമാണ് അത്. അപ്പൊ എന്തായാലും എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ട്. ഓക്കെ, അത് ഡ്രസ്സ്, അതായത് ബാലാമണി ഈ ഉണ്ണിയമ്മയുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ മുണ്ട് നേരിയതിലാണ് സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നത്. വന്ന് വീട്ടുജോലിക്ക് കയറുമ്പോഴത്തേക്കാണ് ആ ലാവണ്ടർ കളർ പാവാടയും ബ്ലൗസിലേക്ക് മാറുന്നത്. അപ്പൊ സ്റ്റേജിൽ വെച്ച് ലൈവായിട്ട് ഒരു ട്രാൻസിഷൻ കൊടുക്കാമെന്ന് ഞാനിങ്ങനെ കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, സംതിങ് ന്യൂ ട്രൈ ചെയ്താൽ അത് നന്നാവും. അതൊക്കെ തന്നെയാണ് ഇത് ഇത്രയും വൈറലായത്. അത് ഇൻഡിവിജ്വലി ഒരു കുട്ടിക്ക് 4 സെക്കൻഡാണ് ഡ്രസ്സ് മാറാനുണ്ടായിരുന്നത്. 2 സെക്കൻഡ് അത് അഴിക്കാനും 2 സെക്കൻഡ് അത് കവർ ചെയ്ത് ഡംപ് ചെയ്യാൻ വേണ്ടി. 4 സെക്കൻഡ് അതാണ് കഴിഞ്ഞു. ആ 4 സെക്കൻഡിൽ അവര് കോസ്റ്റ്യൂം മാറിയിട്ട് ഇപ്പുറത്ത് വന്നു. അങ്ങനെ 2 സെറ്റായിട്ടാണ്. ആദ്യം ഒരു ടീം ഡ്രസ്സ് മാറുമ്പം വേറൊരു ടീം കർട്ടൻ വെച്ച് കവർ ചെയ്യും. അപ്പോൾ ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വലി 4 സെക്കൻഡ്. കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, 6 മാസത്തോളമുള്ള പ്രാക്ടീസാണ്. അതിന്റെ കഴിയുന്നിടം വരെ നമുക്ക് ടെൻഷൻ ആയിരുന്നു. ഈ 4 സെക്കൻഡിൽ അടുത്തത് ഇനിയിപ്പോ കോസ്റ്റ്യൂം ചേഞ്ച് ആണ്. അപ്പൊ ബാക്കി എല്ലാവരും അവിടെ എന്താ നടക്കുന്നതെന്ന് കാലുമ്പോ കാലും കയറ്റി ആസ്വദിക്കുമ്പോ സാറിന്റെ ഉള്ളിൽ തീയായിരിക്കും. പിന്നെ ഇപ്പോഴും ആ കറക്റ്റ് ടൈമിൽ നമുക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് മാറുന്നുണ്ടോ? അതങ്ങോട്ട് മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതെന്താണ്? അത് സന്തോഷമാണോ സങ്കടമാണോ ഇതെല്ലാം കൂടെ ഉള്ള മിക്സർ ആണോ എന്ന് ഇപ്പോഴും പേരിടാൻ പറ്റാത്തൊരു വികാരം എന്ന് പറയാം. കാര്യം അതായത് ഈ കുട്ടികൾ തമ്മിൽ പോലും കാണുന്നില്ല മറ്റേ കുട്ടി ഡ്രസ്സ് മാറി കഴിഞ്ഞോ എന്നുള്ളത്. ഇവര് കണ്ടിന്യൂ ചെയ്ത് പോവുക. പല സമയത്ത് നമ്മൾ പ്രാക്ടീസിന്റെ സമയത്ത് ചില കുട്ടികൾ അഴിക്കാൻ പറ്റാണ്ട് നിന്നിട്ടുണ്ട്. അത് അടുത്ത ഒരു 1.5 മിനിറ്റിലാണ് ഇവർ ഫേസ് ടു ഫേസ് കാണുമ്പോൾ ഇവൾ അഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുക. അപ്പൊ സ്റ്റേജിൽ നിന്ന് പോലും കുട്ടികൾ പോലും കാണുന്നില്ല മറ്റേ കുട്ടി അത് അഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു വിശ്വാസത്തിൽ അങ്ങ് കളിക്കുവാണ്. നമ്മളിങ്ങനെ പ്രയർ ചെയ്ത് പ്രാർത്ഥിച്ച് ഒരുപാട് വട്ടം അത് അഴിക്കാൻ പറ്റാണ്ട് നിന്ന് പ്രാക്ടീസ് സെഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഉറപ്പല്ലേ. അപ്പൊ ആ കലോത്സവത്തിൽ അതങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നല്ല ക്ലാപ്പ് കിട്ടിയില്ലേ? പിന്നെ ഭയങ്കര ക്ലാപ്പായിരുന്നു. അവിടെ നിന്ന് ആളുകളെല്ലാം എന്നെ തിരിഞ്ഞു നോക്കുന്നു. ചിലർക്ക് അത് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല, എന്തോ പറ്റി, എന്താ ചേഞ്ച് വന്നതെന്ന് മനസ്സിലാവുന്നില്ല. എൻജോയ്ഡ്. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഇതേപോലെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇപ്പൊ ഒരു സിനിമയുടെ ഉള്ളില് ആ സിനിമ ഹിറ്റായി കഴിഞ്ഞിട്ട് ആൾക്കാർ ആ സിനിമ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അതിന്റെ
നടന്മാരുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എന്നാൽ സിനിമേനെ സിനിമ ആക്കി അതിന്റെ പുറകിലെ മേക്കപ്പ് മാൻ, ആർട്ട് ഡയറക്ടർ, ഇവരൊക്കെ സൈഡിൽ കൂടി പോകണ്ടാവും. ഇവരൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. അപ്പൊ അവരുടെ ഉള്ളിലൊരു വിഷമമുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും, എൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ നടക്കണ്ടേ. ആ ഒരു അവസ്ഥ സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിപ്പം ഈ മൂവീസ് ഇപ്പം മമ്മൂക്കയുടെ ഒരു പടം ഹിറ്റാകുന്ന സമയത്ത് ഹിറ്റായാൽ അത് മമ്മൂക്കയുടെ ക്രെഡിറ്റിൽ കിടക്കും, ഫ്ലോപ്പ് ആയാൽ അത് ഡയറക്ടറുടെ തലയിലേക്ക് പോകുന്നു. മമ്മൂക്ക നല്ല പൊതുവെ കാണുന്നതാണ്. ഹിറ്റാകുന്ന സമയത്ത് അത് നടൻ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകും. ഹിറ്റായില്ല, ഫ്ലോപ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡയറക്ടറിലേക്കാണ് പോവുക. അപ്പം അങ്ങനെ അത്തരം സംഭവങ്ങൾ റെയറായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ, അതായത് നമുക്ക് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു അവരെന്താണോ ചെയ്തത് അവരെയാണ് ആളുകൾ അംഗീകരിക്കുക. അതിൻ്റെ പുറകിൽ ഇത്ര എഫേർട്സ് ഉണ്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കേ അറിയത്തുള്ളൂ. അപ്പം അവർ കൂടുതലും ആ കുട്ടികളെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. പക്ഷെ എൻ്റെ കേസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ബാലമണി നൃത്തം കഴിഞ്ഞിട്ട്. എനിക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. ഓക്കെ. ഈ ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നൃത്തം, ഇപ്പൊ ഒരു നൃത്ത അധ്യാപകന്റെ ഉള്ളില് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. ആ സ്റ്റേജിൽ നിൽക്കുന്നത് എൻ്റെ സ്വന്തം കുട്ടികളാണെന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്. അപ്പോൾ ഒരു നൃത്തത്തിന് അതിനുള്ളിലേക്ക് കയറ്റുമ്പോൾ പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണം. ഇതെങ്ങാനും ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ, ഇതെല്ലാം നമ്മുടെ തലയിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി കുറെ കുത്തുവാക്കുകൾ കേൾക്കണം. ഇതെല്ലാം അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ഒരു അധ്യാപകൻ. ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇതൊക്കെ ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. അതായത് 1000 പേര് ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു 100 പേര് നമ്മളെ കുറ്റം പറയാനും കാണും. ഈ ബാലാമണി തന്നെ ഫസ്റ്റ് സ്റ്റേജ്, അതായത് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ പ്രൈസ് കിട്ടിയില്ല, വേറൊരു സ്കൂളിനാണ് കിട്ടിയത്. അന്നേരവും എല്ലാവരും പറഞ്ഞ അയ്യോ ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടാണ്, മൂവി സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനത് തലേ കയറ്റില്ല. പക്ഷെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതും കൊണ്ടായിരുന്നോ കാരണം. പക്ഷേ ജില്ലയിൽ വന്നപ്പോൾ പൊസിഷൻ വന്നു, സ്റ്റേറ്റിൽ വന്നപ്പോൾ അത് വൈറലായപ്പം ഒരുപാട് പേരത് ക്ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. സബ് ജില്ലയിൽ എന്നോട് ഒരാൾ പറയുകയുണ്ടായി, നമ്മൾ ഇത്രയും സിമ്പിൾ ഡ്രസ്സിൽ പോയതായിരിക്കും പ്രശ്നം. ഫസ്റ്റ് വന്ന ടീം ഭയങ്കര ഗോഡിയായിട്ട് തിളങ്ങിയ കുറെ കിരീടവും ഒക്കെ വെച്ചിട്ട് വന്നൊരു ടീമിന് അവിടെ ഫസ്റ്റ് വന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലേ സാറേ പ്രൈസ് പോയെന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ടൊന്നും അല്ലായിരുന്നു പോയതെന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. ആണ്. അപ്പൊ അതൊരു ജില്ലയിൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, സ്റ്റേറ്റിൽ അത് ഇത്രയും വൈറലായപ്പോൾ ഇതേ ആളുകൾ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ഒരു കലാരൂപം എടുത്ത് റിസ്ക്, ഇങ്ങനത്തെ ഉള്ള റിസ്കി തീമുകൾ എടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രമകരമാണ്. അതായത് എങ്ങനെയും വീഴാം, നല്ല രീതിയിലും മോശം രീതിയിലും അത് പിന്നെ റിസൾട്ട് ഉണ്ടാവാം. അത് ഫേസ് ചെയ്യണം. അത് എല്ലാ കലാകാരന്മാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. ശരിക്കും ഈ റിസ്ക് പലരും എടുക്കില്ല, ഈ പേടി കാരണം. ഇനി എങ്ങാനും അവിടെ ചെന്നിപ്പോ ഇൻ കേസ് ഇത് വൈറലായില്ലായിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ കുറെ കാലം കേൾക്കേണ്ടി വന്നേനെ. ഉറപ്പല്ലേ? ഇത് അന്ന് സാറാ അത്രയും സിമ്പിൾ ആക്കിയോണ്ടാണ് നമുക്ക് ഒത്തിരി കൂടി നല്ലതാക്കായിരുന്നു ഈ സാധനം എല്ലാവരും. അതുകൊണ്ടാണ് പലരും പുതിയത് ഇവിടെ ട്രൈ ചെയ്യാൻ പേടിക്കുന്നത്. അതാണ് ആ റിസ്ക്. അതായത് ആസ് എ കൊറിയോഗ്രാഫർ ഞാൻ ഇത്തരം കുറേ റിസ്കുകൾ എടുത്തിട്ടുണ്ട്. ഈ സ്ഥിരം കാണുന്ന കുറേ ക്ലീശേ സാധനങ്ങളിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന കുറേ പരിപാടി ഞാൻ തൊട്ടേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജം, കോൺഫിഡൻസ് ആണ്. അപ്പം നല്ല കുട്ടികളും നല്ല തീമും ഉണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റ്യൂം ഒന്നും ഒരു ഫാക്ടർ അല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അന്നൊരു പക്ഷെ അത് പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഇപ്പം ഞാനത് എടുക്കത്തില്ല. ഞാനും ടിപ്പിക്കലി അതിൽ തന്നെ പോയത്. ഇപ്പോഴും അത് പോകുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഇനി മാറ്റങ്ങൾ വരും. കലോത്സവത്തിലൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പുതിയ പുതിയ തീമുകൾ, ബാഹുബലി എല്ലാം വരും. അതെ, എല്ലാം വരും. അതെ, ഇപ്പൊ അതൊരു ഇത് മാത്രമല്ലോ, കാഞ്ചനമാല ഒരുപാട് അതുപോലെ തീമുകൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ടൈം ഫസ്റ്റ് ചെയ്തത് ഏതായിരുന്നു? ഫസ്റ്റ് ചെയ്തത് ചെമ്മീനാണ്, നമ്മുടെ തകഴിയുടെ. അപ്പൊ അതെല്ലാം ഒരു ലിറ്ററേച്ചർ കം മൂവി ആയിട്ടുള്ള ഇതായിരുന്നു ഫസ്റ്റ് ചെയ്തത്. അന്ന് ഈ തീം എടുക്കുമ്പോ ഇപ്പൊ ഓക്കെ ഒരെണ്ണം എടുത്തു കഴിയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയി. ഓക്കെ, ഇനി ഒരെണ്ണം ചെയ്യാം, പുതിയത് ട്രൈ ചെയ്യാം. അന്ന് ഇങ്ങനൊരു തീം എടുക്കുമ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ടെൻഷൻ എന്തായിരുന്നു? അന്ന് ആക്ച്വലി എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. 2018 ഞാനൊരു കാർമൽ സ്കൂളിൽ, ഞാനിപ്പം ഈ ബാലമണി കളിച്ച ടീം കാർമൽ സ്കൂളാണ്. അപ്പം ആ സമയത്ത് ഒരു മുണ്ടും ഒരു ബ്ലൗസും മാത്രം ഇട്ടാ കുട്ടികൾ സ്റ്റേജിൽ നിന്നിരുന്നത്. അന്നും ഇതേപോലെ പ്രൈസ് പോയി. അന്ന് എൻ്റെ തുടക്കം കൂടെയാണ്. ആരും എന്നെ വിശ്വസിച്ചില്ല. അപ്പം എന്നോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനത്തെ ഇത് എടുക്കണ്ടെന്ന് പറഞ്ഞതല്ല. അപ്പം അന്നേരവും ഞാൻ വിശ്വസിച്ചു, പോട്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു അടുത്ത സ്റ്റേജിൽ വീണ്ടും എന്തെങ്കിലും നല്ല രീതിയിൽ സംഭവിക്കാമല്ലോ.
അപ്പം അങ്ങനെ ഞങ്ങൾ അപ്പീൽ കൊടുത്ത് അടുത്ത റൗണ്ട് പോയപ്പോൾ ഫസ്റ്റ് വന്നു. ആ. അവിടെ ഇരുന്ന ജഡ്ജസിന് അതിൻ്റെ സിംപ്ലിസിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്. തലേ സ്റ്റേജിൽ ഇരുന്നവർക്ക് അയ്യോ തോർത്തും മുണ്ട് കൊടുത്ത് വന്നു എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പൊ ഇരിക്കുന്ന ആളുകളുടെ ഒരു ഇതും ഉണ്ട്. ഈ ജഡ്ജസിന്റെ കാര്യം പറയണെങ്കിൽ ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു പാട്ട് പാടിയപ്പോൾ നമ്മുടെ ഒരു പ്രമുഖ ഒരു സംഗീത സംവിധായകൻ എന്തിനാണ് ഈ പാട്ട് ഇവിടെ പാടിയെന്ന് ചോദിച്ചു. ഒരു തമിഴ് പാട്ട് പാടിയപ്പോൾ ആ പാട്ട് ഇവിടെ പാടേണ്ട ആവശ്യമില്ല, ഇത് എന്ത് പാട്ടാന്ന് പറയും. അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അവസ്ഥ ഉണ്ടായിട്ട് മാത്രമല്ല അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അയ്യോ ഇത് സിനിമാ പാട്ടാണ്, എന്റെ ഷോയിൽ ഒന്നും പറ്റില്ല എന്നിട്ട് പുള്ളി മൈക്കിട്ടിട്ട് എഴുന്നേറ്റ് പോയി. അതായത് പുള്ളി ആ ട്രെൻഡിനൊപ്പം എത്തിയിട്ടില്ല. അതാണ് അത് ജഡ്ജ്മെന്റിൽ ബാധിക്കുന്നുണ്ട്. ഒരുപാടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, നന്ദനം കഴിഞ്ഞ ടൈമിലും ഫേസ്ബുക്കിലെ കലാമണ്ഡലം ചില അധ്യാപികമാര് സ്റ്റേജിൽ സൈക്കിള് കൊണ്ടുവന്നു, സിമ്പിളായിട്ട് ഇത് കൊണ്ടുവന്നു, ആശയദാരിദ്ര്യമാണ്, നന്ദൻ എന്ന് പറഞ്ഞ മൂവിയാണ്, എന്തുകൊണ്ട് പുരാണം എടുക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള വിമർശനങ്ങൾ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ട ആൾക്കാരെ എനിക്കറിയാം. അപ്പം ആ കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത ആളുകളുടെ ജൽപ്പനങ്ങൾ എന്ന് പറയാം, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു 100 പേര് മോശം പറയുമ്പോൾ ഒരു 1000 പേര് നല്ലത് പറയുമ്പോൾ ഒരു 1000 പേരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ എനിക്ക് എൻ്റെ വർക്കിലൂടെ സാധിച്ചു. അപ്പം അതെൻ്റെ ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അപ്പം അതായത് അവർ പറയുന്നതിൽ തെറ്റെന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷെ കാലത്തിനൊത്ത വളർച്ച കലയിലും സംഭവിച്ചു. അത്തരം മാറ്റങ്ങൾ വരണം, അത് വരാൻ ഞാനൊരു കാരണമായി എന്ന് മാത്രം. അല്ല, ആ മാറ്റങ്ങൾ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ താങ്കൾ ഇതുപോലെ റിസ്ക് എടുത്ത് പുതിയ പുതിയ തീമുകൾ കൊണ്ടുവന്നത്. തീർച്ചയായും ഈ പറയുന്ന അധ്യാപകർ ആരും റിസ്ക് എടുക്കാണ്ട് ആ സ്റ്റീരിയോട്ടിപ്പിക് സാധനങ്ങളുമായിട്ട് തന്നെ കാലം കഴിക്കുന്ന ടൈപ്പിലുള്ള ആളുകളാണ്. ഞാൻ അതുകൊണ്ടാണ് താങ്കൾക്ക് ആദ്യം ഞാനൊരു നന്ദി പറഞ്ഞത്, ഇങ്ങനൊരു മാറ്റം കൊടുത്തതിന്. എന്തായാലും അപ്പൊ ഈ ജഡ്ജ്മെന്റിലും വരുന്ന പ്രശ്നങ്ങൾ അല്ല, ഇത്തരം ആളുകൾ ഈ കലാമണ്ഡലം ആളുകൾ, ഞാൻ കലാമണ്ഡലത്തിൽ ഒരു ടീച്ചറെ മെയിനായിട്ട് എഴുതിയിട്ടിരുന്നത്, ഞാൻ അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ ഇത്തരം ആളുകൾ വന്നിരിക്കുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. തീർച്ചയായിട്ടും ഈ കലാമണ്ഡലം എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ, കലാമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സന്തോഷവും ഒരു മനസ്സിനൊരു സുഖം കിട്ടുന്നൊരു വാക്കാണ്. പക്ഷേ ആ പേര് വെച്ച ചിലവര് നടത്തുന്ന പല പ്രസ്താവനകൾ, ഈ കറുപ്പിന്റെയും വെളുപ്പിന്റെയും അങ്ങനെ പല പല പ്രശ്നങ്ങൾ, ആ സ്ഥാപനത്തിന് തന്നെ ആ പേര് ചേർക്കുന്ന ആ കലാമണ്ഡലം ഇന്ന ആളെന്നുള്ളൊരു പേരിൽ തന്നെ ഒരു വിഷയം ഒരു നെറ്റി വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ അന്ന് പറഞ്ഞ ഈ കറുപ്പ് വെളുപ്പ്, ഈ പ്രസ്താവനകൾ, ഇത് ജാതി, ഇതെല്ലാം ഈ പറയുന്ന പോലെ ഇതേപോലത്തെ കലാപരമായിട്ടുള്ള പരിപാടികളിൽ ഇത് ബാധിക്കുന്നുണ്ടോ സാറിന്റെ അഭിപ്രായത്തിൽ? അല്ല, അതായത് ഇപ്പോഴും മേൽജാതി കീഴ്ജാതി എന്ന് പറയുന്ന കൺസെപ്റ്റുള്ള കൊറിയോഗ്രാഫേഴ്സും ഉണ്ട്, ട്രെയിനേഴ്സും ഉണ്ട്. അതായത് എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരു അധ്യാപകൻ, അയാൾ തിരുവാതിര പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അയാൾ നായർ കാസ്റ്റിലുള്ള പിള്ളേരെ മാത്രമേ തിരുവാതിരയ്ക്ക് കൂടുതലും എടുക്കാറുള്ളൂ. പാട്ട് പാടുന്നവർ എന്ത് വന്നാലും നായർ ആയിരിക്കണം എന്ന് അയാൾക്കൊരു ഇതാ. അപ്പോൾ നമുക്ക് ജാതി ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി ചോദിക്കും അച്ഛൻ്റെ പേരെന്താ, അപ്പോൾ അച്ഛൻ്റെ പേര് മധു, അപ്പം നായർ എന്നുള്ള വാല് വന്നില്ല. അപ്പൂപ്പൻ്റെ പേരെന്താ, അപ്പം അപ്പൂപ്പൻ്റെ പേര് ഗോപാലകൃഷ്ണൻ നായർ. പൊതുവെ നായർ കൂട്ടിയാണല്ലോ ആ ഒരു യുഗത്തിലൊക്കെ പേരിട്ടുകൊണ്ടിരുന്ന, അപ്പം നായർ. അങ്ങനെ അച്ഛൻ്റെ പേരിന് അപ്പൂപ്പൻ്റെ പേരെന്താന്ന് ചോദിച്ചിട്ട് ഈ ജാതി. അപ്പം ഞാൻ ചോദിച്ചത് ഇങ്ങനെ ചോദിച്ചത്, നമ്മൾ ആ കുട്ടി പാടുന്നുണ്ടോ നോക്കിയാൽ പോരെ. അപ്പം എന്നോട് പറഞ്ഞ വർത്താനം, ഇവിടെ നായേഴ്സ് പാടിയാൽ അത് പ്രത്യേക ഒരു ഫീലാണ്. അല്ല, ഹൈകാസ്റ്റിലുള്ള ആളുകൾ അത് കളിക്കുമ്പോൾ തിരുവാതിര എന്ന് പറയുന്ന കലാരൂപത്തിന് പുള്ളിക്ക് മാത്രം മനസ്സിലാകുന്ന എന്തോ ഒരു ഭംഗി അല്ലെങ്കിൽ എന്തോ ഒരു ആസ്വാദനം, പുള്ളിക്ക് മാത്രം അതിൽ ഒരു സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ്. എനിക്കങ്ങനെ കാസ്റ്റ് കറുപ്പ് വെളുപ്പ് ആ രീതിയിലുള്ള ഒരിതുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ബാങ്കിൽ ചെല്ലുവാണെങ്കിൽ എ പോസിറ്റീവ് ബി പോസിറ്റീവ് അങ്ങനെയല്ലേ ബ്ലഡിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉള്ളൂ. തീർച്ചയായിട്ടും. അല്ലാതെ അതാണ്. അല്ലാതെ നായർ ബ്ലഡ്, മേനോൻ ബ്ലഡ്, ഈഴവ ബ്ലഡ് എന്നും പറഞ്ഞ് ബ്ലഡ് ബാങ്ക് ഇല്ല എവിടെയും. ഇല്ല. അടുത്ത സമൂഹത്തിൽ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ ചിന്തിക്കേണ്ടത്. മേ ബി ഞാൻ ക്രിസ്ത്യനാണ്, അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ ക്രിസ്ത്യാനിയല്ലേ, നിനക്ക് ഈ ഹൈന്ദവ കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നതിന് നിനക്ക് വല്ല പുരാണം അറിയോ? എനിക്ക് ഈ പറഞ്ഞ ഹിന്ദുക്കളെ കഴിഞ്ഞ് പുരാണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് കഥകളെ അറിയാം, കാര്യം ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പം കാസ്റ്റ് വെച്ചും റിലീജിയൻ വെച്ചും അല്ലല്ലോ ഒരാളുടെ ടാലന്റ് അതൊരു അളവുകോലല്ലോ. ആദ്യം നല്ലൊരു മനുഷ്യനാവാന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി. ഏത് മതമാണ് പരസ്പരം സ്നേഹിക്കാനല്ലേ പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്.
അപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഇപ്പം ഇതേപോലത്തെ ഇപ്പം ഈ അടുത്ത തന്നെ ഒരു കലാകാരനും ഇതേപോലെ ബോഡി ഷേമിങ്ങും കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും പേരിലൊക്കെ ഇത് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കലേനെയാണ് ഈ കളറും ബോഡി ഷേമിങ്ങും ഇതെല്ലാം വെച്ചിട്ട് ഈ കൂട്ടിക്കുഴയ്ക്കുന്നത്. അതായത് താഴ്ന്ന ജാതിയിലുള്ളവർ മറ്റേ അരിവാളെടുത്ത് കൊയ്യാൻ പോയാൽ മതി, അല്ലെങ്കിൽ അവർക്ക് കൽപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ ടിപ്പിക്കൽ ഗോത്ര വിഭാഗത്തിലുള്ള ഡാൻസ് ഉണ്ട്, അത് നിങ്ങൾ കളിച്ചാൽ മതി, അല്ല കുറേ ഗോത്ര കലാരൂപങ്ങളുണ്ട്, അത് പെർഫോം ചെയ്താൽ മതി എന്ന് പറയുന്നത് ഒരിക്കലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെ അത്തരം ചിന്താഗതി ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പം അവർക്ക് ടാലൻ്റ് ഉണ്ടോ അവർക്ക് കയറാം, അവർക്ക് അതിൽ പെർഫോം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ക്ഷേത്രം തന്നെ പണ്ട് താഴ്ന്ന ജാതികൾക്ക് കയറാൻ പറ്റത്തുണ്ടായിരുന്നില്ല, അത് പിന്നീട് അത് ഓപ്പൺ ആക്കി കൊടുത്തു. എത്രയോ ആളുകൾ, അതായത് ഈശ്വരൻ എല്ലായിടത്തും തുല്യമാണ്, എല്ലാവർക്കും പിന്നെ ചെന്ന് കാര്യം പറയാവുന്ന ഒരു ഇതേ ഉള്ളൂ. അപ്പം അമ്പലത്തിലാണെങ്കിൽ പോലും ഇതേപോലെ ഈ ഡിവിഷൻസ് വരുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പണ്ടതുണ്ടായിരുന്നു, അറിയാലോ, അത് പിന്നീട് അത് ഓപ്പൺ ആക്കി. അങ്ങനെ ആളുകൾ മാറി മാറി വരട്ടെ, പക്ഷെ ഇപ്പോഴും മാറാതെ ഇതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും. ഈ അതുപോലെ കൂടെ കളിക്കുന്ന കുട്ടികളുടെ പാരൻസിനും അങ്ങനത്തെ തീരുമാനങ്ങളുണ്ടോ? എല്ലാവരും ചില സമയത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത്തരം പിന്നെ ഈ കാസ്റ്റിൻ്റെ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ കാശ് മാത്രമല്ല പണത്തിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒക്കെ ചില സമയത്ത് പാരൻസിൻ്റെ ഇടയിൽ സംഭവിക്കാറുണ്ട്. ചിലപ്പം ഭയങ്കര ഹയർ കാസ്റ്റിലുള്ള കുട്ടി ആയിരിക്കത്തില്ല ചിലപ്പോൾ ഞാൻ മെയിൻ നിർത്തുന്നത്. ഞാൻ ആ കുട്ടിയുടെ ടാലൻറ്റ് നോക്കിയിട്ട് ചിലപ്പോൾ ആ കുട്ടിയുടെ നമ്മളതിൻ്റെ കാസ്റ്റേ അറിയുന്ന കാണത്തില്ല, പക്ഷേ ഈ പാരൻസിനെ അറിയാം. അപ്പം അത്തരം അവളല്ലേ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വന്ന് സംസാരിക്കുന്ന പാരൻസ് ഉണ്ട്. അതൊന്നും തല കയറ്റാറില്ല. എനിക്ക് ആ കുട്ടീനെയാണ് നന്നായി തോന്നിയത്. ഇപ്പൊ എന്നോട് പറയണ ഒരു കാലം ഒരിക്കലും നടക്കാത്തതാണ്. പക്ഷെ ഞാൻ ഇതിലൊരു ചാനലിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ആ ചാനലിൽ ഒരാൾ വന്നിട്ട് പറയാണ് അവന്റെ ഇന്റർവ്യൂ എടുക്കേണ്ട ഒരു താഴ്ന്ന ജാതിയാന്ന് പറഞ്ഞാൽ ഞാൻ പോടാ പുല്ലേന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. ഇതല്ലെങ്കിൽ അടുത്ത പണി നോക്കി വേറെ നോക്കിപ്പോകും. നമ്മൾ അങ്ങനെ ഒരു ധൈര്യം താങ്കൾക്കുണ്ടോ? ഒരുപാട്. അതായത് ഞാൻ പഠിപ്പിക്കുന്ന നൃത്തമാണ്, എൻ്റെ മുന്നിൽ വരുന്നത് ലോ കാസ്റ്റ് ഓർ ഹൈ കാസ്റ്റ്, എനിക്കത് നോക്കാറേ ഇല്ല, ഞാൻ നോക്കിയിട്ടുമില്ല, ഇതുവരെ നോക്കിയിട്ടില്ല, മുന്നോട്ട് നോക്കത്തില്ല. ആ കുട്ടിക്ക് ടാലൻ്റ് ഉണ്ടോ, സെലക്റ്റഡ് ആണ്. അതാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റേജിൽ എങ്ങനെയാ കാസ്റ്റ് വെച്ചിട്ടല്ല കൊച്ചിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് എങ്ങനെ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അറിയുന്നില്ലല്ലോ, അവിടെ എല്ലാവരും തുല്യരല്ലേ. നമ്മള് പെരുന്തച്ചൻ സിനിമയിലെ മറ്റേ ആ ഒരു അമ്പലത്തിലേക്കുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി തിലകൻ നാളുകളോളം അതിന്റെ മുകളിൽ കിടന്ന് ശബ്ദമൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞ് അത് വിഗ്രഹം ആരാധനയുടെ ടൈമിൽ ചെറിയൊരു മിനുക്ക് പണിയും കൂടി ഉണ്ടെന്നുണ്ട് ഓടി ചെല്ലുമ്പോൾ അവനെ മാറ്റി നിർത്തില്ലേ, അങ്ങ് അശുദ്ധാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ തിലകന്റെ ഒരു ചിരിയുണ്ട്, ആ ചിരിയിൽ നമുക്ക് എല്ലാം ഉണ്ട്. അതേപോലെ തന്നെയാണ് എന്തിനാണ് ഇപ്പം യേശുദാസിന്റെ പാട്ടുകൾ എത്രയോ ഗുരുവായൂർ അമ്പലത്തിൽ പാടുന്നു. ആൾക്ക് ഹരിഹരാസനം ശബരിമലയിൽ അയ്യപ്പൻ ക്രിസ്ത്യാനി പാടിയ പാട്ട് കേട്ടല്ലേ? അതെ. ആരെങ്കിലും ആ ശബ്ദത്തിന് അതൊരു ക്രിസ്ത്യാനിയുടെ ശബ്ദം എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടോ? ശരിക്കും ഗുരുവായൂരപ്പനെ ഒരു ദൈവങ്ങളും പുള്ളിക്ക് അവിടെ കയറാൻ പാടില്ല എന്ന് പറയത്തില്ല. പുള്ളിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും, പുള്ളിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. വിരോധാഭാസം. തീർച്ചയായിട്ടും. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് ഭയങ്കര ചർച്ച ഒരു സംഭവമാണ്. അതായത് ഒരു ഒരു ഗ്രൂപ്പിന് സമ്മാനം കിട്ടിയില്ലെങ്കിൽ അത് മറ്റൊരു ടീം കൂടോത്രം ചെയ്തിട്ടാണ് ഇവർക്ക് കിട്ടാത്തത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അതെന്താ സംഭവം? അങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കൂടോത്രം കിട്ടിയിട്ടുണ്ടോ? ഓ എൻ്റെ ദൈവമേ, ഇത് സത്യം പറഞ്ഞ കൂടോത്രം ഇതിൻ്റെ അകത്തുള്ളതാ ഈ ഫീൽഡിൽ. അത് എല്ലായിടത്തും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഫീൽഡിൽ അത് ഇച്ചിരി കൂടുതലാണ്. അതായത് എനിക്ക് കൂടോത്രം കാരണമാണ് പ്രൈസ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് എൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ച പാരൻസും ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പം ചില സമയത്ത് നമുക്കും ചില സിഗ്നൽസ് കിട്ടും. അതായത് സ്റ്റേജ് കയറുന്നതിന് മുന്നേ പറയുവാണ്, എടാ ഇന്ന ടീം കൂടോത്രം ചെയ്തിട്ടുണ്ട്, പാട്ട് ഓഫാകാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നമ്മളിലേക്ക് തന്നെ ഇത് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് എത്തിക്കുകയും ചെയ്യും. നമ്മൾ നോക്കും പാട്ട് ഓഫാകും, സീരിയസ്ലി പാട്ട് ഓഫാകും. അല്ലെങ്കിൽ ഒരു കുട്ടി ഛർദി, എടാ കുട്ടിക്ക് ദേഹ അസ്വസ്ഥ ഉണ്ടാകാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയലുണ്ട്. ഞാൻ എൻ്റെ ഒരു പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടി സ്റ്റേജിൽ വെച്ചിട്ട് വൊമിറ്റ് ചെയ്തു. ഇത്തരം ഈ സംഭവത്തിലൊക്കെ ഒരു വിശ്വാസം വന്നിട്ടുണ്ടോ? അത് പണി കിട്ടി വിശ്വാസം വരത്തില്ലേ? അല്ല, ഈ പറയുന്ന പാട്ട് നിന്നോന്ന് ടെക്നിക്കലാണ്, എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ മതി. പക്ഷെ
ഈ കുട്ടി ഛർദ്ദിക്കുക ഇതൊക്കെ അല്ല, ഇതിൻ്റെ അകത്ത് ഒരു കേസ് ഈ ഛർദ്ദിച്ച കേസ് പിന്നീട് ഈ അതായത് ചെയ്ത് കൊടുത്ത ഈ പരികർമ്മിയെ ഞാൻ കുറേ വർഷം കഴിഞ്ഞിട്ട് അയാളെ ഞാൻ കണ്ടു, വേറൊരു ഫ്രണ്ട് വഴി അയാളെ കണ്ടപ്പോൾ ഇല്ല, പിന്നെ ഒരു ഫ്രണ്ട്ലി ടോക്കിന്റെ അന്നേരത്തേക്ക് അയാൾ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. അയാൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ തന്നെയാണ്. അന്ന് എൻ്റെ എതിര് നിന്ന ടൈമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു, എടാ ഇന്ന രീതിയിൽ പിന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകാൻ വേണ്ടിയാണ് ചെയ്തിരുന്നത്, അത് ഇന്ന പഠിപ്പിച്ച അധ്യാപകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റേജ് കയറുന്നതിന് മുന്നേ പൊടിയോ പൂവോ ഏതാണ്ടോ സ്റ്റേജിൻ്റെ പുറത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പിള്ളേർ അതായത് സ്റ്റേജിലോട്ട് കയറുന്ന മെയിൻ എൻട്രൻസിൽ ഈ പൊടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചവിട്ടാണ്ട് നമുക്ക് ഒരു കാരണവശാലും സ്റ്റേജിലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ ഇത് കവർ ചെയ്ത് പോയാൽ ബുദ്ധിമുട്ട് വരുമെന്നായിരുന്നു ആ ക്രിയ ചെയ്തിരുന്നത്. അപ്പൊ അന്നും ഞാൻ ആക്ച്വലി കൂടോത്രോ ഒന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിരിച്ചു തള്ളിയ കേസാണ്. പക്ഷെ പാട്ട് ഓഫായി, പിള്ളേർ സ്റ്റേജിൽ വെച്ച് തലയിറങ്ങി വീഴുന്നു, വൊമിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ തവണ പണി കിട്ടിക്കഴിഞ്ഞപ്പം എനിക്കും ഈ നെഗറ്റീവ് എനർജിയിൽ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടേതായ വിശ്വാസത്തിൻ്റെ രീതിയിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോയി പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചോളുക. ഞാനിതുവരെ കൂടോത്രം ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും എനിക്കിട്ട് ചെയ്തു. അത് ഞങ്ങളുടെ ഫീൽഡിലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ചെയ്താലും നമ്മളെ അറിയിക്കും, ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പം ഈ പിള്ളേർക്ക് വയ്യാണ്ടാവുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. ഈ പറയുന്നുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് ശരിയാണോ എന്താണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, കൂടോത്രം കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അത് ഇനി നമ്മുടെ ഭാരതീയ BNS എഴുതി വരണം, കൂടോത്രത്തിനെന്നും പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും കിട്ടും. ഇപ്പൊ താങ്കൾ എനിക്കെതിരെ കൂടോത്രം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കൊണ്ട് കേസ് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. തീർച്ചയായിട്ടും. ഈ കുട്ടി ഒമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെ, മണിക്കൂറുകളോളം ഡ്രസ് ചെയ്തിട്ട് നിൽക്കുന്നവരാണ് ഈ നൃത്തം ചെയ്യുന്ന വിദ്യാർത്ഥികൾ. മാസങ്ങളോളം പരിശീലനം കഴിഞ്ഞ് ഇപ്പൊ മണിക്കൂറുകളോളമാണ് അവർ ആ മേക്കപ്പ് ഇട്ട ഡ്രസ്സും ഇതെല്ലാം ഇട്ട് നിൽക്കുന്നത്. ഇവർക്ക് പല ടെൻഷനിലായിരിക്കും. ഇത് ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ, ഇത് ഒരു ഡൗട്ടാണ്. ഈ കുട്ടികൾക്ക് വാഷ്റൂമിൽ പോകണം, ഈ യൂറിൻ പാസ്, ഇതിൻ്റെതായിട്ടുള്ള കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും ടെൻഷനുമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ചിലപ്പോൾ ഈ പറയുന്ന വാഷ്റൂം ഒക്കെ അങ്ങ് ദൂരെ ആയിരിക്കാം, ചിലപ്പോ ഈ ഡ്രസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തിരിച്ച് ഇനി അതുപോലെ ആക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് എന്താ ചെയ്യുക? അല്ല, അത് ഇപ്പം കുറച്ച് കാലമായിട്ട്, നേരത്തെ അതിനുള്ള പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം എൻ്റെ സ്റ്റുഡൻസ് പേഴ്സണലി അഡൽട്ട് ഡയപ്പർ ഇട്ടിട്ട് തന്നെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി കയറുന്നത്. അപ്പം അതായത് അവർക്ക് കംഫർട്ടബിൾ ആണ്. അതായത് അന്നേരം ഡ്രസ്സ് അഴിച്ചിട്ട് വീണ്ടും ബുദ്ധിമുട്ടാക്കുന്നതിലും കംഫർട്ടാണ് ഇതിട്ടുകൊണ്ട് ധരിച്ച് നിൽക്കുക എന്നുള്ളത്. ഇപ്പം വൈകുന്നേരം 4 മണിക്കാണ് ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നെങ്കിൽ രാവിലെ 7 മണിക്ക് ആ കുട്ടി ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതായത് 7 പേരായിരിക്കും ഒരു ഗ്രൂപ്പ് ഡാൻസിന് നിൽക്കുക. ഒരു കുട്ടി ഒരു 9 മണിയാകുമ്പോൾ റെഡിയാവും. ആ കുട്ടി പിന്നെ അന്നേരം തൊട്ട് 4 മണി വരെ വാഷ്റൂം പോലും യൂസ് ചെയ്യാൻ പറ്റാണ്ട്. പിന്നെ ഒരു തവണ നമ്മൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കയറുന്നതിന് മുന്നേ അത് അഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിളാണ്. പിന്നീട് അത് ഡ്രസ്സ് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും അവിടെയാണ്. ഈ ബാലാമണി പോലത്തെ പാവാടയും ഡ്രസ്സും വരുമ്പോഴുള്ള ഈസിനെസ് അതാണ്. അപ്പൊ അഡൽട്ട് ഡയപ്പറിലാണ് പിള്ളേരെല്ലാം സ്റ്റേജിൽ കയറുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോഴുണ്ട്. എനിക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, അതുകൊണ്ട് ചോദിച്ചാ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ എല്ലാവരും അത് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഞങ്ങൾ ഒരു 3-4 വർഷമായിട്ട് ഈ ഡയപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം അറിയില്ല. ഓക്കെ, നമ്മുടെ കാര്യം പറഞ്ഞാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഇടയിൽ ഇപ്പോൾ താങ്കളുടെ ഇതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻറ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ ഇങ്ങനത്തെ കുറച്ച് ഇംഗ്ലീഷ് പദങ്ങൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇംഗ്ലീഷ് പദങ്ങൾ ഈ നാടൻ കലാരൂപത്തിലും പച്ചയായ മലയാളം പറയുന്നതിന് പകരം ഇംഗ്ലീഷ് വേർഡുകൾ കുത്തിക്കയറ്റി അതിൻ്റെ ഒരു പവിത്രത കളയുന്നു എന്നൊരു പരാതി വന്നിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പവിത്രത കളയുന്നു എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരു ഭാഷയിൽ വേറെ ഭാഷ വെച്ച് മംഗ്ലീഷ് പറയുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ശുദ്ധി പോകുന്നതാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാനെപ്പോഴും ഭാഷ നമ്മൾ കൺവേ ചെയ്യാനുള്ള ഒരു മീഡിയം ആയിട്ടാണ് ഞാൻ കാണുന്നത്. സ്റ്റേജിൽ എൻ്റെ മുന്നിൽ ഇരുന്ന് കാണുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് ആ അർത്ഥം അപ്പുറത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്തും ഉപയോഗിക്കാം എന്നുള്ള ഒരിതാണ്. ഞാൻ രമണൻ ചന്ദ്രിക ഡാൻസ് എഴുതിയ സമയത്ത് ഞാൻ അതിലൊരു വരി എഴുതിയിരുന്ന അവസാനം ചന്ദ്രിക രമണനെ തേച്ചു
ആ. തേച്ചു തേച്ചു പുതിയ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ആയിട്ടുള്ള പദം. വഞ്ചിച്ചു എന്ന് പറയുന്നതിനെ കഴിഞ്ഞ് ഇന്നത്തെ ആളുകൾക്ക് തേച്ചു എന്ന് പറയുന്നതാണ്. പക്ഷെ എന്നോട് സ്റ്റുഡിയോയിൽ നിന്ന് പറഞ്ഞു, അയ്യോ ജോമറ്റ് അത് ശരിയാവത്തില്ല, അത് ആളുകൾ ഇതാക്കും. അപ്പൊ ഞാൻ പിന്നെ അത് വെട്ടിക്കളഞ്ഞു. അതെ, അത് ശരിക്കും ഒരു പെട്ടെന്ന് കണക്ട് ആവും, പെട്ടെന്ന് കണക്ട് ആവും. അതുകൊണ്ട് തന്നെ ഞാനത് എഴുതിയ ചന്ദ്രിക രമണനെ തേച്ചു. അപ്പൊ ഈ പദങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട്, അതായത് ഭാഷ എന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് കൺവേ ചെയ്യാം. ഇപ്പൊ വേശ്യൻ എന്ന് പറഞ്ഞൊരു വേർഡ് മലയാളത്തിൽ ഇല്ല, പക്ഷെ ഏതാണ്ട് ഉള്ള പോലെയാണ്. ഇപ്പൊ ഈ അടുത്തും ഒരു ഇന്റർവ്യൂ വന്ന് വേശ്യ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്, അതിന്റെ മെയിൽ വേർഷൻ എന്താണ്, വേശ്യൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല, പക്ഷെ താങ്കൾക്ക് അർത്ഥം മനസ്സിലായില്ലേ? മനസ്സിലായി. അതാണ്. അപ്പം ഭാഷ അങ്ങനെയാണ്. ഇപ്പൊ എൻ്റെ പേരൻസ് ഒക്കെ പണ്ട് സെറ്റിപ്പിൻ എന്ന് പറയും. അത് ആക്ച്വലി പാരൻസ് അല്ല, ഗ്രാൻഡ് പാരന്റ്. അപ്പൊ ഞാൻ അന്നേരം സേഫ്റ്റി പിൻ എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പൊ എന്റെ വിചാരം അത് സെറ്റി പിൻ എന്ന് തന്നെയാണ്, അതിന്റെ പേരെന്ന് തന്നെയാണ്. പക്ഷെ സേഫ്റ്റി പിന്നാ ഉദ്ദേശിച്ചത്. അപ്പൊ എന്ന് വിളിക്കത്തില്ല നമ്മള്, അതെല്ലാ ഭാഷയിലും ഉള്ളതാണ്. ശൂശു എന്നും പറഞ്ഞ് ഒരു നിഘണ്ടുവിലും അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ശൂശു ഇങ്ങനെ കാണിച്ചാൽ അതിനൊരു അർത്ഥം വരുന്നില്ലേ? അത്ര തന്നെ ഉള്ളു. ഭാഷ നമുക്ക് എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് കൺവേ ചെയ്യിക്കാനുള്ള ഒരു മോഡ്, മീഡിയം. ഓക്കെ ഓക്കെ. ഈ നമ്മുടെ ആ ട്രാൻസ്ജെൻഡറിന്റെ ഒരു നൃത്തം, അതേപോലെ തന്നെ ഒരു പോലീസുകാരി ഈ മയക്കുമരുന്നിനെതിരെ ആ ഒരു തീമൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സമകാലിക പ്രശ്നങ്ങളാണ്, അതിനെ ആസ്പദമാക്കിയിട്ടാണ് സാറ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരുമ്പോൾ എന്തായാലും അത് ആ ഒരു കലോത്സവത്തിൽ മാത്രം നിൽക്കേണ്ടതല്ല, ഇത് ഈ സമൂഹത്തിന് വേണ്ടി കൂടിയാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റുഡൻറ്റിനെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടി വരാറുണ്ടോ? ചില സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ പോലീസുകാരി ചെയ്ത ഈ ഇപ്പോൾ വൈറലായ ആ കുട്ടിയല്ല, അതിന് മുന്നേ ഒരു കൊച്ചിന് ഞാനിത് എടുത്ത സമയത്ത് അവരുടെ പാരന്റ് ചോദിച്ചു, അയ്യോ സാറേ കാക്കി പിന്നെ ബ്ലൗസും ഇത് വിട്ടിട്ട് പോകുമ്പോൾ അത് ശരിയാണോ എന്ന് പറഞ്ഞ് അവർക്ക് ഞാൻ ഐറ്റം മാറ്റി കൊടുത്തു. അതേ പാരന്റ് ഈ കുട്ടി വൈറലായി കഴിഞ്ഞ സമയത്ത്, അയ്യോ ഞങ്ങൾക്ക് അത് തന്നെ മതിയായിരുന്നേ എന്ന് മാറ്റി പറഞ്ഞു. അപ്പൊ സ്റ്റേറ്റിൽ എത്തുന്നിടം വരെ അതൊരു റിസ്ക് തന്നെയാണ്. പിന്നെ ലഹരി എന്ന് പറയുന്ന ഒരു ഈ പറഞ്ഞ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന, നമ്മൾ കലയിലൂടെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാം, അതൊരു പോലീസുകാരിയുടെ വേഷത്തിൽ തന്നെ എന്തുകൊണ്ട് കൊടുത്തുവിടാന്നുള്ള ആലോചനയിൽ നിന്നാണ് അങ്ങനെ എടുത്തത്. പിന്നെ റാം കെയർ ഓഫ് ആനന്ദി, അതാണ് ആ ട്രാൻസ്ജെൻഡർ മല്ലി ക്യാരക്ടർ. അപ്പോൾ അവരും ഈ കമ്മ്യൂണിറ്റി, ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കമ്മൗട്ട് ചെയ്ത് വരുന്ന ടൈമാണ്. അപ്പം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് നല്ലതല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ മുറുക്കാൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റില്ലേ, അത് മുറുക്കാൻ വെറ്റില അടയ്ക്ക ഇതെല്ലാം വെച്ചിട്ട് അത് മുറുക്കുമ്പോൾ എന്തായിരിക്കും ആ മുറുക്കുന്നവർക്ക് കിട്ടുന്നത്? അത് ലഹരിയാണോ? അതായത് ചിലർക്ക് പാട്ട് കേൾക്കുക എന്ന് പറയുന്ന ഒരു ലഹരിയാണ്, ചിലർക്ക് നല്ല ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന ഒരു ലഹരി. എനിക്ക് ചില സമയത്ത് ഫുഡ് കഴിക്കുന്ന ലഹരിയുണ്ട്. അപ്പോൾ ഈ മുറുക്കുന്ന അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറേ ഇതുണ്ടല്ലോ, മുകുളങ്ങളുണ്ടല്ലോ. അപ്പം ആ സമയത്ത് നമ്മൾ മുറുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ലഹരി അവർക്ക് കിട്ടുന്ന കാണും. അപ്പം ലഹരി എന്ന് പറഞ്ഞ മോർ അബൌട്ട് എൻജോയ്മെൻ്റ് അല്ലേ? അത് തന്നെയാണല്ലോ. നമ്മളിപ്പം മദ്യപിക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു കിക്ക്, ആ കിക്കിൽ ഒരു ആസ്വാദനം വരുമ്പോഴാണല്ലോ അതിൽ ലഹരി കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പം മുറുക്കുന്നതിലും ലഹരി കണ്ടെത്തുന്ന എത്രയോ ആളുകളുണ്ട്. ഓക്കെ, അതൊരു ലഹരി പദാർത്ഥമാണെങ്കിൽ അപ്പൊ ഇപ്പൊ ഈ ഭയങ്കരമായിട്ട് കലാകാരന്മാരും എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു ഭയങ്കര വാർത്തകൾ വരുമ്പോൾ ഇത് പണ്ട് തൊട്ടേ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഫോളോ ചെയ്യുന്നുണ്ട്. മുറുക്കാനല്ലേ? അതല്ലേ ഞാൻ അതാ ചോദിക്കുന്നത്. അതായത് നമ്മൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ നേരത്തെ കുറച്ചുകൂടെ അവൈലബിൾ ആയിരുന്നെങ്കിൽ അതും മേ ബി ലീഗലൈസ് ചെയ്യപ്പെട്ടേനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് പിന്നീട് കണ്ടുപിടിച്ച് വന്ന സാധനങ്ങളായതുകൊണ്ടാണ് ഈ പറയുന്ന കഞ്ചാവ് അല്ലെങ്കിൽ ഈ MDMA എന്നെല്ലാം പറയുന്നത് ഇല്ലീഗലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഒരു തറവാട്, ഒരു മുതുമുത്തച്ഛൻ എന്ന് പറയാം മുറുക്കാനെ അല്ലേ? കാരണം അതിന് തുടങ്ങിയത് തന്നെയാണ്. ചുണ്ണാമ്പ് എന്തുകൊണ്ട് അത് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല? അത് മോശമാണെന്ന് അറിയാം. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പണ്ടുള്ള കലാകാരന്മാരെ മാത്രമല്ല പറയുന്നത്, ഒരുപാട് നമ്മുടെ വീട്ടില് നമ്മുടെ അച്ചാച്ചനും അമ്മാമ്മയും എല്ലാവരും ഈ സാധനം മുറുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭക്ഷണ പദാർത്ഥമല്ല ഒരിക്കലും.
ഭക്ഷണമാണ് എല്ലാവർക്കും കഴിക്കാം. എല്ലാവർക്കും കഴിക്കാം. കുട്ടികളെ കൊണ്ട് എന്തുകൊണ്ട് കഴിപ്പിക്കുന്നില്ല? അത് തെറ്റാണെന്നറിയാം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട്. കുടുംബ ചരിത്രാതീത കാലം തൊട്ടേ നമ്മൾ ക്ലിയർ ചെയ്ത് വരേണ്ടി വരും ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ. അതായത് ഇപ്പം കൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കരുതെന്ന് ഇപ്പൊ സിഗരറ്റ് നിർത്താൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിരുന്നു. ആ നിർത്താൻ പോകുമ്പോൾ ആളുകൾക്ക് ഒന്നും കൂടെ അത് ചെയ്യണം എന്നുള്ള ആക്രാന്തമാണ്, ത്വര കൂടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന്റെ കാലം അതിക്രമിച്ചു. അവൈലബിലിറ്റി ഇല്ലാതാക്കുക എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അതെ. അപ്പോൾ ഇപ്പോൾ ഞാൻ വരുന്നത് ഇപ്പോൾ ഈ ഒരു കലാരംഗത്ത് എവിടെയെങ്കിലും ഇത് ഉപയോഗിക്കുന്നതായിട്ട് എവിടെയെങ്കിലും ചിലർ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്, ആ ആൾക്ക് കഞ്ചാവ് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല നല്ല ഐഡിയാസ് വരിക എന്ന്. എനിക്കതിൻ്റെ എന്താണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്താണെന്ന് അറിയത്തില്ല. അയാൾ അടിച്ച് കിക്കായി ഇരിക്കുന്ന സമയത്താണ് അയാൾക്ക് എഴുതാൻ പറ്റുക, അല്ലെങ്കിൽ അയാൾക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റുക. ഒരു ഹാലൂസിനേഷൻ മോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്ത് യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പം എനിക്ക് തോന്നുന്നു അവർ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ അവർക്ക് എന്തെങ്കിലും കിട്ടുന്ന കാണും. മോശമായ പ്രവണതയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ സാറിൻ്റെ ഫ്യൂച്ചർ പരിപാടികൾ, സാർ ഇപ്പോൾ ഇതല്ലാതെ ഓൺലൈനിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടോ? ഓൺലൈനിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് സാർ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇതേപോലെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വേദികളിൽ പങ്കെടുത്ത് സമ്മാനം മേടിച്ച വിദ്യാർത്ഥികളൊക്കെ ഒരുപാടുണ്ടോ സാർ? ഉണ്ട്. ഞാൻ USA, UK, ന്യൂസിലൻഡ് എല്ലാം ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. അതും സിംഗിൾ അല്ല, ഗ്രൂപ്പ് പെർഫോമൻസ് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 9 കുട്ടികളും ചിലപ്പോൾ 9 വീടുകളിൽ നിന്നായിരിക്കും USA എന്നൊക്കെ കയറുക. അവർ ചില സമയത്ത് അവർ ഒരുമിച്ച് വരും, പക്ഷെ അത് ഇച്ചിരി ശ്രമകരമാണ്. പക്ഷെ ഐ എൻജോയ് ദാറ്റ്. അവിടെ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് US-ലല്ല. അപ്പോൾ അവർ പഠിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസിനെക്കാട്ടിലും ഞാൻ ഇന്ത്യയിൽ ഇരുന്ന് ഓൺലൈനിൽ പഠിപ്പിച്ച് എനിക്ക് ഫസ്റ്റ് പൊസിഷൻ വന്ന സംഭവങ്ങളുണ്ട്. അടിപൊളി. നമ്മുടെ ഒരു കലാസൃഷ്ടി സാറ് പഠിപ്പിച്ചു വരുന്ന ഒരു ഇത് വേദിയിലെത്തിയിട്ട് പ്രൈസ് മേടിക്കാതെ പോകുമ്പോൾ അവരുടെ അധ്യാപകരുടെ മനസ്സിൽ വരുന്നത്, അല്ല അവരുടെ രക്ഷിതാക്കളുടെ മനസ്സിൽ വരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓക്കെ നമ്മളെക്കാൾ നല്ലത് വേറെ ആൾക്കാർ ചെയ്തുകൊണ്ടാണല്ലോ. 2 നമ്മുടെ സാറ് പോരാ. ഈ 2 വാക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യം താങ്കൾ പറഞ്ഞ ആ വ്യൂവിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. അതായത് പ്രൈസ് പോയി കഴിയുമ്പോൾ ഒന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ബ്രൈബ് നടന്ന് കോഴ കൊടുത്ത് പ്രൈസ് വേറൊരാൾ കൈപ്പറ്റി, അതല്ല എന്നുണ്ടെങ്കിൽ പഠിപ്പിച്ച അധ്യാപകന് കഴിവില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് പിള്ളേരും കുട്ടികളും പോകത്തുള്ളൂ. അതായത് ഒരാൾക്ക് പ്രൈസ് വരുന്ന സമയത്ത് ആ കുട്ടി ചിലപ്പോൾ നന്നായിട്ട് കളിച്ചിട്ട് കാണും. ആ കുട്ടിക്ക് പ്രൈസ് കിട്ടാതിരിക്കുമ്പം വേറൊരു കുട്ടി അതിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് കാണും. അതും ഒരു ഫാക്ടറാണ്. ഞാൻ അതാ താങ്കൾ പറഞ്ഞു, പക്ഷെ അതാരും മനസ്സിലാക്കാറില്ല. അത് ശരിക്കും ഞാൻ എപ്പോഴും പാരൻസിനോടും അല്ലെങ്കിൽ പിള്ളേരോട് പറയാറുണ്ട്, ഇപ്പം പ്രൈസ് കിട്ടാത്ത സമയങ്ങളിൽ കരയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്നേരം ഞാൻ പറയാറുണ്ട്, മറ്റേ ടീം നന്നായിട്ട് കളിച്ചു, നമ്മളെക്കാട്ടിലും നന്നായിരുന്നു അവർ, നമ്മൾക്കത് അംഗീകരിക്കൂ, നമുക്ക് അപ്പീൽ കൊടുത്ത് അടുത്ത റൗണ്ട് പോകാം, കരയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ച് വിടാറുണ്ട്. പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മുഴുവൻ ഐറ്റംസും കാണുക. ഈ നമ്മുടെ ടീമിൻ്റെ മാത്രം കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നിൽക്കരുത്. നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ടീമുകളെയും ബഹുമാനിക്കുക, അവരുടെ പെർഫോമൻസസും കാണുക, എന്നിട്ടൊരു ഡിസിഷനിലെത്തുക. തീർച്ചയായിട്ടും. അല്ല നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതല്ല. ബഹളം ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് ആണല്ലോ പൊതുവെ എല്ലായിടത്തും. എല്ലാ കലോത്സവത്തിലും കുറെ പ്രശ്നങ്ങളാണ്. കേസുകളൊക്കെ വരാറുണ്ടോ? ഇഷ്ടം പോലെ കേസ് വന്നിട്ടുണ്ട്. 2015 തൊട്ട് എനിക്ക് കേസുകളുടെ ഇതേ ഉള്ളൂ. ഇപ്പം എൻ്റെ പേര് കേസൊന്നുമില്ല. അതായത് ഇത് ശരിക്കും പറഞ്ഞോളല്ലോ, കൊണ്ട കേസ് അങ്ങ് കൊടുക്കും, ഒരാഴ്ച അതിൻ്റെ പുറകെ ഞാനോടും. എന്തിനാ കേസ് കൊടുക്കുന്നത്? അതായത് പ്രോഗ്രാം സ്ഥലത്ത് അടി നടന്നു, കോഴ ആരോപണം, അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ തമ്മിലുള്ള ക്ലാഷസ്, സ്കൂളുകൾ തമ്മിലുള്ള ക്ലാഷസ്, വെറുതെ ഒരു കേസ് കൊണ്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ബാലാവകാശമൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കുട്ടിക്ക് പ്രൈസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ കൊച്ച് ഉടനെ കൊണ്ടുപോയിട്ടൊരു കംപ്ലൈൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് അവർ ചെയ്യുവാണ്, കംപ്ലൈൻറ്റ് കൊടുക്കുക. പിന്നെ നമ്മളെ ഒന്ന് വിളിപ്പിക്കും. അന്നേരം അവർക്ക് മനസ്സിലാകും ഇതിൻ്റെ കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഈ കൊടുക്കുന്നവർ അത്രയും തന്നെ ചിന്തിക്കുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് കേസൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പം നോക്കിയാൽ ഇപ്പം യൂട്യൂബിൽ എന്നെ കുറിച്ച് നോക്കിയാൽ മോശവും ചീത്തയായിട്ടുള്ള ഒരുപാട്
കാര്യമുണ്ട്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരല്ല ഇതെല്ലാം ഫേസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും കലാകാരനാവണോ ഇതും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് ഇറങ്ങിയാൽ മതി. ഇനി ആരെങ്കിലും ഇതിലോട്ട് വരാൻ ഒരു കൊറിയോഗ്രാഫി ചെയ്തിട്ട് ആ പരിപാടി കഴിച്ച് പോവല്ല, ഇതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യണം. പിന്നെ ഉറപ്പായിട്ടും കോഴ ആരോപണങ്ങൾ ഇതൊക്കെ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? നടക്കുന്ന കാര്യങ്ങളുണ്ട്, നടക്കാത്ത കാര്യങ്ങളുണ്ട്. നടക്കാത്ത സ്ഥലത്ത് നടന്നു എന്നും പറഞ്ഞ ആരോപണങ്ങൾ വരാറുണ്ട്. അപ്പൊ ഒരുപാട് നിരപരാധികളായിട്ടുള്ള ജഡ്ജിമാർ ഇതിൽ പെടൂലേ? അതായത് ഒരുപാട് ആൾക്കാർ പെടുന്നുണ്ട്. പ്രോഗ്രാം കമ്മിറ്റിക്കാർ, ഇത് നടത്തുന്ന ആൾക്കാർ, നിഷ്കളങ്കരായ പലരെയും ഇതിലേക്ക് വലിച്ചു. അതായത് പ്രൈസ് പോയോ അത് കോഴയാണ്. അങ്ങനെ അങ്ങനെ പറയുന്നത് എനിക്ക് പ്രൈസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ന ടീമിന് പ്രൈസ് കിട്ടിയില്ല, അല്ലെ ഇന്ന ആൾക്ക് കിട്ടി, അവർ ക്യാഷ് കൊടുത്ത് വാങ്ങി. അങ്ങനെ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ മാത്രം ഇത് പിന്നെ അത്ര അവൈലബിൾ അല്ല. അവൈലബിൾ ആയ സ്ഥലത്ത് വാങ്ങിയിട്ടുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. വാങ്ങുന്ന ആൾക്കാരുണ്ട്, വാങ്ങാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ഇങ്ങനെ തുറന്നു വെച്ചേക്കും അല്ല. അതേപോലെ വെച്ചാൽ അതായത് ഇപ്പം മീഡിയക്കാണെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് താല്പര്യം കൂടുതൽ. അല്ല, അവർ അധ്വാനിച്ച് കളിച്ച് നേടി എന്ന് പറയുന്ന ക്യാപ്ഷനാണോ, കോഴ കൊടുത്തവർ പ്രൈസ് വാങ്ങി എന്ന് പറയുന്ന ക്യാപ്ഷനാണ് ആളുകൾ നോക്കുക. അതാണ് ഈ കലോത്സവ കോഴ ആരോപണങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് നല്ല രീതിയിൽ നടത്തുന്ന വിധി നിർണ്ണയം നടത്തുന്ന വിധികർത്താക്കളും കോഴ ആരോപണത്തിൽ പെട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയ ചിലപ്പോൾ ഈ പ്രോഗ്രാം കാണാൻ വരത്തില്ല. മീഡിയ നോക്കുന്നത് ജഡ്ജസ് നോക്കുന്ന കണ്ണിലായിരിക്കത്തില്ല വിധി നിർണ്ണയം നടത്തുന്നത്. ചിലപ്പോൾ കുറേ ക്ലാപ്പ് വെച്ചിട്ടൊന്നും അല്ലല്ലോ ജഡ്ജസ് മാർക്കിടുക. 100 പേര് ക്ലാപ്പ് അടിച്ചു എന്ന് കരുതി അതിന് ഫസ്റ്റ് കിട്ടണമെന്നില്ല. ജഡ്ജസ് നോക്കുന്ന ഒരു സെർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയിൽ ഏത് ടീമിനാണോ ഫസ്റ്റ് വരേണ്ടത് അത് അവരതിന് കൊടുത്തിട്ട് പോകും. തീർച്ചയായിട്ടും ഈ ഇപ്പം അതേപോലെ തന്നെ ഇനി നമ്മൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ കലോത്സവ വേദികളിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സാർ ഇതിൽ ഈ ഒരു മേഖലകളിലാണ്. ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളാണോ? മാറ്റങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ മാറ്റത്തിനും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അത് സ്റ്റില്ലുണ്ട്. അതായത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇപ്പം കലോത്സവ വേദിയിൽ ഇപ്പം സമ്മാനം കിട്ടിയില്ലെങ്കിൽ പോലും റീലുകളായിട്ടും മീഡിയ കവറേജ് ആയിട്ടും ഒരുപാട് ഇത് കിട്ടുന്നുണ്ട്. അതേപോലെ ഒരുപാട് ചാൻസസ് എക്സ്പ്ലോർ ചെയ്യാനുള്ളതും സോഷ്യൽ മീഡിയ റെലവൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിന് വീണ്ടും ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ഈ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ പുറം ലോകം അറിയുന്നുള്ളൂ എന്നുള്ള രീതിയിൽ വരുമ്പം അതിനു വേണ്ടി പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന മാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഒരു അനക്കം ഉണ്ടാക്കാൻ അതാണ് ഇപ്പൊ കരയുന്ന എല്ലാവരും ഫെയിം ആകും, ഫിലിമിൽ കയറും എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രവണതയുണ്ട്. നവ്യ നായർ നല്ലൊരു തുടക്കമായി. നവ്യ നായർ ഈ അടുത്തൊരു ഇത് മക്കളെ ഒരിക്കലും കലോത്സവത്തിനും നൃത്തത്തിനും പഠിപ്പിക്കുന്ന ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത്രയും ഇതിന് പഠിച്ചു വന്നൊരു കലാകാരിയാണ്. അത് പറയുന്നതിൽ ചിലപ്പോൾ ഒരു കാരണം മാഡത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കാം. അത് വെച്ചാൽ അവരനുഭവിച്ച ആ സ്റ്റേജിൽ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷനിൽ നിന്നായിരിക്കാം ഇനി സ്വന്തം കുട്ടികളും പോയിട്ട് അവിടെ നിന്ന് കരഞ്ഞ് ഇതാവണ്ടെന്ന് അത്രത്തോളം ചിലപ്പോൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊന്ന് കരഞ്ഞില്ലായിരുന്നെങ്കിൽ അവരെന്ന് പറയുന്ന ഒരു പിന്നെ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അവർ കരയുന്ന ആ സീൻ സിബി മലയിലാണെന്ന് തോന്നുന്നു. സിബി മലയിൽ അത് കാണുകയും ഇഷ്ടം എന്ന മൂവിയിലേക്ക് അവരെ സെലക്ട് ചെയ്തെടുത്തെന്നാണ് നവ്യ നായർ എന്ന് പറയുന്നത്. ഇപ്പൊ നന്ദനമടക്കം ആ കരച്ചിലിൽ നിന്ന് വന്ന ഒരു കാരണം നവ്യ നായരുടെ കരച്ചിൽ തന്നെ കാണാണ്. താങ്ക്സ്. അതെ ഒരുപാട് സന്തോഷം. അപ്പം അവർ ശരിക്കും പറഞ്ഞ കുട്ടികൾക്ക് ഇത്ര സ്ട്രെസ് കൊടുക്കേണ്ട പണ്ടത്തെ കഴിഞ്ഞും ഒരുപാട്. അന്ന് ഒരു നവ്യ നായര കരഞ്ഞെങ്കിൽ ഇന്നൊരു 50 നവ്യ നായരന്മാർ കരയുന്നുണ്ട്. അത് നല്ല രീതിയിൽ നല്ലതെന്ന് വെച്ചാൽ ജെനുവിനായ റീസണിൽ കരയുന്നതും ഉണ്ട്, ഫേക്കായിട്ട് കരഞ്ഞ് ജനപ്രീതിക്ക് വേണ്ടി കരയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അവർ പറഞ്ഞ് തെറ്റെന്നും പറയാൻ പറ്റത്തില്ല, ശരിയെന്നും പറയാൻ പറ്റാത്ത ഒരു ഒപ്പീനിയൻ. നല്ലത് സംഭവിക്കണമെങ്കിൽ അതെല്ലാം നല്ലതാണ് പറയാവുന്നുള്ളൂ. വേറെ ഒന്നുമല്ല, ഈ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവർക്കൊരു സ്ത്രൈണതയുണ്ട്, അല്ലെങ്കിൽ സ്ത്രൈണതയുള്ള അധ്യാപകർക്ക് മാത്രമേ നൃത്തം പഠിപ്പിക്കാവൂ, ഇങ്ങനെയൊക്കെ കുറെ ടോക്ക് കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ 4ാമത്തെ ഇന്റർവ്യൂ ഫ്ലോറാണ്. ഇതെല്ലായിടത്തും ഈ ചോദ്യം കോമൺ ആയിട്ട് വന്നു. പറഞ്ഞ് എനിക്ക് തന്നെ ക്രിഞ്ച് അടിക്കുന്നുണ്ട്. ഞാൻ പറയാം, അതായത് സ്ത്രൈണത ഉള്ള ഒരു അധ്യാപകനാണെങ്കിൽ അവർക്ക് നൃത്തം അറിയൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്
ചിലരുടെയെങ്കിലും തലയിലുണ്ട്. അതായത് നിങ്ങളിപ്പം എൻ്റെ അടുത്ത് നൃത്തം പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് എനിക്കിപ്പോൾ ഇച്ചിരി സ്ത്രൈണത ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടിയെ എൻ്റെ അടുത്ത് വിടും. അതേസമയം നിങ്ങൾ എന്നെ ഒരു കരാട്ടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൊച്ചിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ ഞാനൊരു ഇച്ചിരി സ്ത്രൈണതയായിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യത്തില്ല. ഇച്ചിരി കൂടെ ഫിസിക് വെൽബിൽറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ കരാട്ടയ്ക്ക് എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് സ്ത്രൈണതയും ടാലൻറ്റും ആയിട്ട് കണക്ഷൻ ഒന്നുമില്ല. നൃത്തം പഠിപ്പിച്ചതിൻ്റെ പേരിൽ അയാൾക്കൊരു എക്സ്ട്രാ സ്ത്രൈണത വരത്തില്ല. അയാൾക്ക് അത് ജന്മനാ ഉള്ളതായിരിക്കാം. നൃത്തത്തിൻ്റെ പേരിൽ അത് അധികമാവുന്നു എന്നൊന്നില്ല. സ്റ്റേജിൽ കയറുമ്പോൾ സ്ത്രൈണഭാവങ്ങൾ കാണിക്കേണ്ട ഒരു സീനാണെങ്കിൽ അത് കാണിക്കുക. ഇറങ്ങുന്ന സമയത്ത് നമ്മളായിട്ട് തന്നെ നിൽക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരുപാട് ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. എനിക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇപ്പം നമ്മൾ അറിയുന്നതും ചർച്ച ചെയ്യുന്നതും നമ്മൾ അറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതൊരു കലാരൂപത്തിലും അല്ലെങ്കിൽ എന്തിലും ഏതൊരു മേഖലയിലും ഒരു മാറ്റം വരുത്തുന്നവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒന്ന്, താങ്കളെ കണ്ണടച്ച് വിശ്വസിക്കാം. താങ്കൾ എന്ത് ചെയ്താലും അതിൽ നമുക്ക് കണ്ണടച്ച് കൂടെ നിൽക്കാം. കാരണം അതിനൊരു ദിവസം അംഗീകരിക്കപ്പെടും. ഇപ്പോൾ താങ്കൾ ചെയ്തു വന്ന പല കാര്യങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ കലോത്സവ രംഗത്ത് തന്നെ വലിയൊരു മാറ്റം വരുത്തുന്ന രീതിയിലാണ് പല കാര്യങ്ങളും താങ്കൾ ആ റിസ്ക് എടുത്ത് ചെയ്തേക്കുന്നത്. അതിന് എടുത്തേക്കുന്ന എഫേർട്ട് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്തോരം ടെൻഷൻ അടിക്കേണ്ടത് മനസ്സിലാവും. ഈ റിസ്ക്കും ടെൻഷനും ഒക്കെ എടുത്ത് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് ഒരുപാട് കലാകാരിമാരെയും വളർത്തിക്കൊണ്ടുവരിക, അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകുക എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനിയും 1000 ലക്ഷങ്ങളല്ല, ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും വളർത്തിയെടുക്കാൻ താങ്കളൊരു നിമിത്തമാവട്ടെ. താങ്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.